നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും തകർക്കാൻ വ്ളാഡിമിർ പുടിന്റെ നീക്കം. സൈന്യത്തോടും രഹസ്യാന്വേഷണ ഏജൻസികളോടും നിർദ്ദേശിച്ചായ റിപ്പോർട്ട് 2025 ഡിസംബറിൽ രഹസ്യയോഗം വിളിച്ചു. സൈബർ ആക്രമണങ്ങളും അടിസ്ഥാന സൗകര്യ അട്ടിമറികളും പദ്ധതിയിൽ. ഇന്തോ പസഫിക് മേഖലയിൽ ചൈന പിടിമുറുക്കുമോ? US പടക്കപ്പൽ ജോർജ് വാഷിംഗ്ടൺ ഇറാൻ തീരത്തേക്ക്. മറീനുകളുടെ പ്രതിസന്ധിയെ തുടർന്ന് അമേരിക്കൻ പടക്കപ്പൽ എബ്രഹാം ലിങ്കനെ യുദ്ധമുന്നണിയിൽ നിന്ന് മാറ്റുന്നു. പസഫിക് മേഖലയിൽ അമേരിക്കൻ സാന്നിധ്യമില്ലാത്തത് ആദ്യമായി. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വലച്ചു പുതിയ പ്രതിസന്ധി. ശേഖരത്തിലുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ US പുറത്തെടുത്തത് തിരിച്ചടിയായെന്ന് റിപ്പോർട്ട്. USന്റെ ഭൂഗർഭ എണ്ണ ടാങ്കറുകൾക്ക് കേടുപാട്. ഭാവിയിൽ എണ്ണ പ്രതിസന്ധി ഉണ്ടായാൽ കരുതൽ ശേഖരത്തിലെ ക്രൂഡ് ഓയിൽ പുറത്തെടുക്കാനാകുമോ എന്നും സംശയം. രാജ്യത്തെ എണ്ണ ശേഖരം 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ. ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്ന് ഇന്ത്യയോട് വീണ്ടും ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ്. അന്തിമ തീരുമാനം ഇന്ത്യൻ കോടതികളുടേതായിരിക്കുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ നയതന്ത്ര തന്ത്രങ്ങൾക്കോ വഴങ്ങില്ല. കോൺഗ്രസ് വന്ദേമാതരത്തെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് കടുത്ത നീക്കവുമായി BJP. മാപ്പ് പറയണമെന്ന് അമിത്ഷാ. സോണിയാഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനം. നിങ്ങളുടെ പ്രവർത്തികൾ നേരത്തെ കണ്ടതാണെന്ന് പരാമർശം. വന്ദേമാതരത്തെ അപമാനിച്ചതിൽ കേസെടുക്കണമെന്ന് കർണാടകയിൽ പോലീസിൽ പരാതി. സ്വാതന്ത്ര്യദിന ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കാതെ സംസ്ഥാന സർക്കാർ നിയമലംഘനം നടത്തിയെന്ന് BJP. വന്ദേമാതരത്തെ സർക്കാർ അപമാനിച്ചു. പൂർണ്ണമായും ആലപിക്കാനായിരുന്നു നിർദ്ദേശം. സതീശൻ നിയമസംഹിതയെ വെല്ലുവിളിച്ചു. നിയമപരമായി നേരിടും. പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ. നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുടെ പരോക്ഷ പരസ്യത്തിൽ അഭിനയിച്ചതിന് ബോളിവുഡ് സൂപ്പർ താരങ്ങൾക്ക് കുരുക്ക്. ഷാരൂഖ് ഖാൻ, അജയ് ദേവഗൺ, ടൈഗർ ഷ്രോഫ് എന്നിവർക്ക് മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. 10 ലക്ഷം വരെ പിഴ കിട്ടാവുന്ന കുറ്റം. പാൻ മസാലകളുടെ പരസ്യങ്ങളിൽ അഭിനയിക്കില്ലെന്ന നിലപാടുമായി സണ്ണി ഡിയോൾ. BJPയിൽ നിന്ന് രാജിവെച്ച നടൻ ദേവൻ. ഗുരുദേവ ദർശനങ്ങളാണ് തന്റെ രാഷ്ട്രീയമെന്നും അത് നടപ്പാക്കാനാകുന്നില്ലെന്ന് വിമർശനം. രാജി പ്രഖ്യാപനം കണിച്ചുകുളങ്ങരയിലെ വേദി. പരീക്ഷയെ മറയാക്കി വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓൺലൈൻ സോഷ്യൽ മീഡിയ ചാനലുകൾക്കെതിരെ പരാതി. പോലീസ് മേധാവിയെ സമീപിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ചോദ്യങ്ങൾ തരാമെന്ന അവകാശവാദങ്ങൾ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഓണപ്പരീക്ഷ തുടങ്ങാനിരിക്കെ അടിയന്തരമായി നടപടിയെടുക്കണമെന്ന ആവശ്യം. കോതമംഗലം MA എഞ്ചിനീയറിംഗ് കോളേജിൽ അരുണാചൽ പ്രദേശ് സ്വദേശിയായ വിദ്യാർത്ഥി ജീവനൊടുക്കി. മരിച്ചത് മിച്ചി മിർപു. 3ാം വർഷ ബിടെക് വിദ്യാർത്ഥി. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞതിൽ മനം നൊന്തുള്ള ആത്മഹത്യയെന്ന് സംശയം. ഇയർ ഔട്ട് ആകുമെന്ന് ഭയന്നിരുന്നതായി സഹപാഠികൾ. കരുനാഗപ്പള്ളി വെൽഫെയർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ബിലാലിനെ കാണാനില്ലെന്ന് പരാതി. കന്നേറ്റി സ്വദേശിയാണ്. കളിക്കാൻ പോയ കുട്ടി വീട്ടിലേക്ക് മടങ്ങി വന്നില്ല. കന്നേറ്റി കായലിന് സമീപം സൈക്കിളും ജേഴ്സിയും കണ്ടെത്തി. ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ നടത്തുന്നു. പിതാവ് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിനെ തുടർന്ന് നാടുവിട്ട +2 വിദ്യാർത്ഥി ശിവസൂര്യയ്ക്കായി തെരച്ചിൽ. അന്വേഷണം കണ്ണൂർ കമ്മീഷണർ നേതൃത്വത്തിൽ. ശിവസൂര്യ വീട് വിട്ടുപോയത് കാശിക്ക് പോകുന്നുവെന്ന് എഴുതി വെച്ച് ഫോൺ വാങ്ങി വെക്കാൻ കാരണം ഓൺലൈൻ ഗെയിമിന് അടിമയായി പണം കളഞ്ഞതോടെ. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷനും. മുഖ്യമന്ത്രി വിജയിയും കുടുംബത്തെയും അപമാനിച്ചുവെന്ന് BJP തമിഴ്നാട് അധ്യക്ഷനെതിരെ പരാതി. നൈനാർ നാഗേന്ദ്രന്റെ പ്രസംഗങ്ങളും ശബ്ദരേഖകളും പിടിച്ചെടുക്കണമെന്ന ആവശ്യം. പരാമർശം രാഷ്ട്രീയ മര്യാദകൾ ലംഘിച്ചുകൊണ്ടെന്നും പരാതി. അച്ഛനെ തെരഞ്ഞിട്ട് കാണാത്തവർ വീട്ടിലെ അമ്മയോട് ചോദിക്കണമെന്നായിരുന്നു നൈനാറിന്റെ പരാമർശം. കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ അസാധാരണ സ്ഥലമാറ്റത്തിൽ റിപ്പോർട്ട് തേടി DGP. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകണം. ASI P ബിജുവിനെ സ്ഥലം മാറ്റിയത് 3 തവണ. ബംഗാളിൽ കോൺഗ്രസ് നേതാവും മകനും കാറിനുള്ളിൽ വെടിയേറ്റ് മരിച്ചു. ബംഗാൾ മുൻമന്ത്രി ആശിഷ് ബാനർജിയെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. മൃതദേഹം കണ്ടത് ബീർഭൂമിലെ വീടിനോട് ചേർന്നുള്ള പാർട്ടി ഓഫീസിൽ.
ഉത്തരാഖണ്ഡ് ചമോലിയിലെ മണ്ണിടിച്ചിലിൽ 8 മരണം. ദുരന്തം വിഷ്ണുവേഗ പിപ്പൽകോട്ടി ജലവൈദ്യുത പദ്ധതിക്കായി നിർമ്മിച്ചിരുന്ന തുരങ്കത്തിനുള്ളിൽ. അപകട സമയത്ത് തുരങ്കത്തിലുണ്ടായിരുന്നത് 22 പേർ. 12 പേരെ രക്ഷപ്പെടുത്തി. 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ഗ്വാളിയോർ ആഗ്ര NHൽ പുലിത്തോലുമായി നായാട്ടു സംഘത്തെ പിടികൂടിയതിൽ വൻ വഴിത്തിരിവ്. അന്വേഷണം പ്രമുഖ വന്യജീവി സംരക്ഷണ സംഘടനയായ വൈൽഡ് ലൈഫ് SOSലേക്ക് സംഘം പിടിയിലായത് ജൂലൈ 23-ന്. NGOയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ മേധാവി തന്നെ ആസൂത്രണം ചെയ്ത നാടകമെന്ന് മധ്യപ്രദേശ് സ്റ്റേറ്റ് ടൈഗർ സ്ട്രൈക്ക് ഫോഴ്സ്. ഇന്ത്യയുമായുള്ള അതിർത്തി ഉടമ്പടി കണ്ടെത്താനാവാതെ നേപ്പാൾ. രേഖകൾ സൂക്ഷിച്ചതിനെക്കുറിച്ച് വിവരമില്ലെന്ന് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉടമ്പടി ഒപ്പിട്ടത് 1816 യുദ്ധത്തിൽ നേപ്പാൾ തോറ്റപ്പോൾ. 1950-ൽ ഇന്ത്യ നേപ്പാൾ സമാധാന സൗഹൃദ ഉടമ്പടി ഒപ്പുവെച്ചു. യഥാർത്ഥ ഉടമ്പടി തേടി നേപ്പാൾ ഇറങ്ങിയത് അതിർത്തി തർക്കങ്ങൾ വർദ്ധിച്ചതോടെ. അമേരിക്കക്കാർ ഇന്ധനത്തിന് ഇനിയും കൂടുതൽ വില നൽകണമെന്ന് പ്രസിഡന്റ് ട്രംപ്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ യുദ്ധം തുടരണം. ഇപ്പോൾ വില കുറയ്ക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയത് ന്യൂയോർക്ക് ഗാർഡൻ സിറ്റിയിലെ റാലിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഗ്യാസോലിന് 29% അധികം വില. ഹോർമുസിലെ കപ്പൽ ഗതാഗത പാതയെക്കുറിച്ച് ഒമാനുമായി ധാരണയിലെത്തിയെന്ന് ഇറാൻ വക്താവ്. റിപ്പോർട്ട് വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗൈയെ ഉദ്ധരിച്ച് ഹോർമുസ് തുറക്കലിൽ തീരുമാനമില്ലെന്ന് ട്രംപ്. അമേരിക്കൻ അധീന പ്രദേശമാകുമെന്നും അവകാശവാദം. സിംബാബ്വെ ബോട്ടപകടത്തിൽ മരണം 72ആയി. ദുരന്തം ബോട്ട് കാറ്റിലകപ്പെട്ട് ബോട്ടിനുള്ളിൽ പരിധിയിലും അധികം യാത്രക്കാരുണ്ടായിരുന്നതായും റിപ്പോർട്ട്. സിംബാബ്വെയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജലദുരന്തം. ബോട്ടിലുണ്ടായിരുന്നത് സിംബാബ്വെ സാംബിയ അതിർത്തിയിലെ കരീബ തടാകത്തിന് ചുറ്റും താമസിച്ചിരുന്നവരും വ്യാപാരികളും. തകർപ്പൻ പ്രകടനത്തോടെ ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ ടെസ്റ്റ് വിജയം കുറിച്ച് ബംഗ്ലാദേശ്. രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസ് ഉയർത്തിയ 57 റൺസ് വിജയലക്ഷ്യം 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി നേടി. ഇതോടെ 2 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ബംഗ്ലാദേശ് മുന്നിൽ. വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ, നാറ്റോയെയും യൂറോപ്യൻ യൂണിയനെയും ഉള്ളിൽ നിന്ന് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നീക്കങ്ങൾ നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് സൈന്യത്തോടും രഹസ്യാന്വേഷണ ഏജൻസികളോടും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകുന്നു. 2025 ഡിസംബറിൽ നടന്ന ഒരു രഹസ്യയോഗത്തിൻ്റെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ലക്ഷ്യം നേടാനായി റഷ്യ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. പ്രധാനമായും പലതരത്തിലുള്ള അറ്റാക്കുകൾ ഈ രണ്ട് സംഘടനകൾക്ക് നേരെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോൾഡോവ എന്ന രാജ്യത്തെ ഉപയോഗിച്ചാണ് ഈ തന്ത്രം പുടിൻ രൂപപ്പെടുത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, പുടിനെ സംബന്ധിച്ചിടത്തോളം ആജന്മ ശത്രുക്കളാണ് നാറ്റോയും ഒപ്പം യൂറോപ്യൻ യൂണിയനും. സംഘർഷങ്ങൾ പതിവാണ്. പക്ഷേ യുദ്ധം എന്ന കാര്യത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എന്താണ് പുടിൻ്റെ പുതിയ നീക്കം? അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? എങ്ങനെയാണിത് പുറത്തു വന്നത്? രഞ്ജിത്ത്, ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാതെ ഹൈബ്രിഡ് വാർഫെയർ, ആ ഒരു തന്ത്രമാണ് പുടിൻ ഉപയോഗിക്കുന്നത്. നേരിട്ടൊരു ശക്തമായ യുദ്ധത്തിലേക്ക് മറിച്ച് ഉക്രൈനെ ഇപ്പോൾ ആക്രമിക്കുന്നതിനോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനിലേക്ക് കടന്നു കയറാനും ആ രാജ്യങ്ങളെ ആക്രമിക്കാനുമുള്ളൊരു തന്ത്രം മെനയുന്നു. അതിന് സമ്പൂർണ്ണ യുദ്ധമല്ല പുടിൻ പ്ലാൻ ചെയ്യുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മറിച്ച് അവിടെ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുക, പണം കൊടുത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് വാങ്ങുക, യുവാക്കൾക്ക് റഷ്യൻ അനുകൂല നിലപാടെടുത്തിട്ടുള്ള അല്ലെങ്കിൽ റഷ്യൻ വംശജരായ അങ്ങനെ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ള യുവാക്കൾക്ക് പ്രത്യേക സൈനിക പരിശീലനം നൽകുക, അവർക്ക് ക്യാമ്പയിന് വേണ്ടിയുള്ള ചില ഉപദേശങ്ങൾ നൽകുക, അങ്ങനെ യൂറോപ്യൻ യൂണിയനിലേക്ക് കടന്നു കയറി അവർക്ക് ബുദ്ധിമുട്ട് അന്തഃഛിദ്രം ഉണ്ടാക്കുക, നാറ്റോയെ തകർക്കുക, അങ്ങനെ ഒരു പദ്ധതി ഇപ്പോൾ പുടിൻ പ്ലാൻ ചെയ്യുന്നതാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മാൾഡോവ എന്ന രാജ്യം അത് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമല്ല, മറിച്ച് ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്നു. ഉക്രൈൻ്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലൂടെ മാൾഡോവയിലേക്ക് കടന്നു കയറുക എന്ന ഏറ്റവും പുതിയ ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏതാണ്ട് 24 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ രാജ്യമാണ് മാൾഡോവ. അവിടെ തന്നെ റഷ്യൻ വംശജരായ ആളുകൾ ഉള്ള പ്രദേശമുണ്ട്. അവിടെ വിഘടനവാദം നടക്കുന്നുണ്ട്. ട്രാൻസിറ്റിനിറ്റിയ എന്ന ഒരു പ്രദേശമാണ്. അവിടെ
ഈ റഷ്യൻ അനുകൂല ജനത ഉള്ള മേഖല അവിടേക്ക് കൂടുതലായി പണം എത്തിക്കുക, ആയുധങ്ങൾ എത്തിക്കുക, സായുധ കലാപങ്ങൾക്ക് വഴിവെക്കുക, അങ്ങനെ ആ രാജ്യത്തിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് പുടിൻ ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഉക്രൈനിലെ ഒഡേസ തുറമുഖം കീഴ്പ്പെടുത്തുക എന്നൊരു ദീർഘകാല പദ്ധതിയുണ്ട്. അത് കഴിയുമെങ്കിൽ വേഗത്തിൽ തന്നെ ഈ സായുധ പരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധമാർഗത്തിലൂടെ ഒഡേസ തുറമുഖം കീഴ്പ്പെടുത്തുകയും അതുവഴി മാൾഡോവയിലേക്ക് ഒരു ഇടനാഴി സൃഷ്ടിക്കുകയും ചെയ്യുക. തുടർന്ന് റഷ്യയുടെ അവിടേക്കുള്ള സൈനികരുടെ സഞ്ചാരം ഉൾപ്പെടെ സുഗമമാകും. തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുക, പ്രത്യേകിച്ച് ഈ ബാൾട്ടിക് രാജ്യങ്ങളുണ്ട്, ആ തീരത്തുള്ള രാജ്യങ്ങളാണ് പ്രധാനമായും വരുന്നത്. ആ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും മറ്റു രാജ്യങ്ങൾ ഇതിൽ ഇടപെടുന്ന സ്ഥിതി ഉണ്ടാകും, നാറ്റോ രാജ്യങ്ങളുടെ ഇടപെടലുണ്ടാകും. ആ സമയത്ത് ഒരുപക്ഷെ ശക്തമായ യുദ്ധത്തിലേക്ക് പോവുക എന്ന ഒരു തന്ത്രം പയറ്റുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യയുടെ ഡ്രോൺ പോകുന്നുണ്ട്. പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഈ തരത്തിൽ പോളണ്ട്, റൊമാനിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് റഷ്യ അങ്ങനെ ഡ്രോണുകൾ അയക്കുന്നുണ്ട്, മിസൈലുകൾ പലപ്പോഴും അയക്കുന്നുണ്ട്. ഇത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിരോധ ശക്തി, അതായത് ഈ ആകാശമാർഗമുള്ള ആക്രമണം ഉണ്ടായാൽ അവർക്ക് എത്രമാത്രമാണ് അതിനെ ചെറുക്കാനുള്ള ശേഷിയുള്ളത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള റഷ്യയുടെ തന്ത്രമാണെന്നും വിലയിരുത്തപ്പെടുന്നു. റഷ്യ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നത് ഉക്രൈൻ എന്നൊരു രാജ്യത്തിന് വലിയ തോതിൽ ആയുധങ്ങൾ ലഭിക്കുന്നത് നാറ്റോയിൽ നിന്നാണ്, അമേരിക്കയിൽ നിന്നാണ്. നമുക്കറിയാം പശ്ചിമേഷ്യൻ സംഘർഷം ഇങ്ങനെ നടക്കുമ്പോൾ ഇറാന് വലിയ പിന്തുണ റഷ്യ നൽകുന്നുണ്ട്. അവരുടെ S-400 പോലുള്ള ഈ പ്രതിരോധ സംവിധാനങ്ങൾ അത് ഇറാന് കൈമാറിയിട്ടുള്ളത് റഷ്യയാണ്. വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ, ആണവായുധ നിർമ്മാണത്തിനുള്ള സഹായം, സാമ്പത്തിക സഹായം, മരുന്നുകൾ, ഭക്ഷണം, ഇങ്ങനെ ഇറാന് കൈയച്ച സഹായം റഷ്യയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കാസ്പിയൻ വഴിയുള്ള ചരക്ക് നീക്കം നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അമേരിക്കയെ അലോസരപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ റഷ്യയെ ഒരു പാഠം പഠിപ്പിക്കുക എന്നത് തന്നെയാണ്. നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. പുടിൻ്റെ ഏറ്റവും ആഡംബര വസതിയിലേക്ക് പോലും ഉക്രൈനിൽ നിന്ന് ആക്രമണം ഉണ്ടാകുകയും അവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ തകരുകയും ഇപ്പോൾ ആ കൊട്ടാരം ഒരു പ്രതിരോധ സംവിധാനത്തിന് കീഴിലല്ലാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. റഷ്യയിലെ ബീച്ചിലേക്ക് ആക്രമണം നടത്തി 14 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ റഷ്യയെ ഉക്രൈൻ വിറപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്ക് അടക്കം ഉക്രൈൻ്റെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം ഉണ്ടാകുകയും ഗണ്യമായി എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത പ്രതിരോധത്തിലേക്ക് റഷ്യ പോവുകയും തീർച്ചയായും അവിടെയാണ് ഈ പുതിയ ഒരു തന്ത്രം പുടിൻ പയറ്റുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനിടയിൽ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ അധിനിവേശം ഉണ്ടാകുമെന്ന ആശങ്ക ഇപ്പോൾ കൂടുതൽ വ്യാപകമാവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കയുടെ സൈനിക നീക്കം തന്നെയാണ്. US പടക്കപ്പൽ ജോർജ് വാഷിംഗ്ടനാണ് ഈ പസഫിക് മേഖലയിൽ ചൈന അല്ലെങ്കിൽ അമേരിക്കയുടെ കാവൽക്കാരായി വർഷങ്ങളോളം നിലനിന്നിരുന്ന ഒരു കപ്പലാണ്. അതിപ്പോൾ ഇറാൻ തീരത്തേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അവിടെയാണ് ആദ്യമായി അമേരിക്കയുടെ സാന്നിധ്യം ഇൻഡോ പസഫിക് മേഖലയിൽ ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലം ഉണ്ടാക്കുന്നത്. അമേരിക്കൻ പടക്കപ്പൽ എബ്രഹാം ലിങ്കനെ യുദ്ധമുന്നണിയിൽ നിന്ന് മാറ്റുന്ന US-ന് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വൻ നാണക്കേടുമായിട്ടുണ്ട്. അതിന് പകരമാണ് ഈ വാഷിംഗ്ടൺ ഉപയോഗിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി, ജോർജ് വാഷിംഗ്ടൺ ഉപയോഗിക്കുന്നത് എന്ന വിവരമായി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് പ്രധാനമായും ചൈനയ്ക്ക് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരമായി കണ്ടേക്കാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വി വിനോദുണ്ട്. വിനോദ്, ഇത് നേരത്തെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. അതിലെ മറീനുകൾക്കുണ്ടാകുന്ന വലിയ പ്രതിസന്ധികൾ, തീരമടുക്കാതെ ദിവസങ്ങളോളം കിടക്കേണ്ടി വരുന്ന പശ്ചാത്തലം, പലരും കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ട്രംപൊക്കെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പസഫിക് മേഖലയിൽ നിന്ന് ആദ്യമായി തങ്ങളുടെ സാന്നിധ്യം ഒഴിവാക്കേണ്ട അവസ്ഥയിലാണ് അമേരിക്ക. രഞ്ജിത്ത്, ഇവിടെ അമേരിക്ക സമ്പൂർണ്ണമായൊരു നാണക്കേടിലേക്ക് പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രതിരോധത്തിലേക്ക് കൂടി നീങ്ങുകയാണ്. കാരണം പസഫിക് മേഖലയിൽ ഒരു വലിയ യുദ്ധക്കപ്പലില്ല എന്നൊരവസ്ഥയിലേക്ക് അമേരിക്ക ചെന്നെത്തുകയാണ്. അവിടെയാണ് ചൈനയ്ക്ക് വലിയ അവസരം തുറന്നു കിട്ടുന്നത്. നമുക്കറിയാം, തായ്വാൻ അല്ലെങ്കിൽ ഫിലിപ്പീൻസ്, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷ നൽകുന്നത് അമേരിക്കയുടെ പടക്കപ്പലുകളുടെ സാന്നിധ്യമാണ്, അല്ലെങ്കിൽ അവരുടെ സൈനികരുടെ സാന്നിധ്യമാണ്. അതാണ് ഒറ്റയടിക്ക് പസഫിക് മേഖലയിൽ ഇല്ലാതാകുന്നത്. അതിന് കാരണമായത് എബ്രഹാം ലിങ്കനിലെ സൈനികരുടെ കൂട്ടയടിയും ആക്രമണവും തന്നെയാണ്. മരണങ്ങൾ പോലും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇങ്ങനെ 9 മാസമായി തുടരുന്ന എബ്രഹാം ലിങ്കനിൽ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സൈനികർക്ക് കഴിയുന്നില്ല. അതിനുള്ള സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ അപ്പാടെ തകർന്നു. അവിടെയാണ് ഈ സെൻട്രൽ കമാൻഡിൻ്റെ മേധാവി ബ്രാഡ് കൂപ്പർ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവിന് നേരെ കുപ്പിയേറുണ്ടായതും സൈനികരുടെ വലിയ പ്രതിഷേധമുണ്ടായതും ഇതോടുകൂടി സെൻട്രൽ കമാൻഡ് ഒരു വാർത്താക്കുറിപ്പിറക്കി. ഇത് വ്യാജമാണ്, ഇങ്ങനെയുള്ള വാർത്തകളില്ല എന്ന ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. പക്ഷേ
തൊട്ടു പിന്നാലെ തന്നെ ജോർജ് വാഷിങ്ടൺ എന്ന പടക്കപ്പലിനെ അവിടെ നിയോഗിക്കാൻ തീരുമാനിക്കുകയും ഇപ്പോൾ എബ്രഹാം ലിങ്കനെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. അതായത് അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. സൈനികരുടെ പ്രതിഷേധമുണ്ടായി, തമ്മിലടിച്ചു എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇങ്ങനെ കപ്പലിൻ്റെ മാറ്റത്തോടുകൂടി 23-ാം തീയതിയോട് ജോർജ് വാഷിങ്ടൺ അവിടെ എത്തും. അതായത് ഇറാൻ്റെ തീരത്തെത്തും. പ്രത്യേകിച്ച് ഒമാൻ തീരത്ത് ഖദാം തുറമുഖത്തിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ഈ എബ്രഹാം ലിങ്കൺ മാറിക്കൊണ്ടുള്ള ഒരു സേവനത്തിലേക്ക് ഈ പുതിയ കപ്പൽ പ്രവേശിക്കുക എന്നത് വാർത്തകളായി പുറത്തു വരുന്നത്. അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം കാണേണ്ടത്. മറ്റ് രാജ്യങ്ങൾ, ഈ അമേരിക്കയെ ആശ്രയിച്ച് നിൽക്കുന്ന, ചൈനയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ, തായ്വാൻ അടക്കമുള്ള സെമി കണ്ടക്ടറിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൽ ലോകത്ത് തന്നെ ഒന്നാമത് നിൽക്കുന്ന രാജ്യമാണ് തായ്വാൻ. ആ തായ്വാനൊക്കെ വലിയ ഭീഷണിയിലേക്ക്, ചൈനയുടെ ഭീഷണിയിലേക്ക് പോവുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. നമുക്ക് തിരിച്ചു വരാം. ഹോർമുസിനെ ചൊല്ലി ഇറാനും യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടരുന്നതിനിടെ ട്രംപിനെ വലച്ച് പുതിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ഇറാൻ യുദ്ധത്തോടെ എണ്ണ പ്രതിസന്ധി പരിഹരിക്കാൻ കരുതൽ ശേഖരത്തിലുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ പുറത്തെടുത്തിരുന്നു. ഇത് യുഎസിൻ്റെ ഭൂഗർഭ എണ്ണ ടാങ്കറുകൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ പുതിയ വിവരം പുറത്തുവരുന്നത്. ഇതോടെ ഭാവിയിൽ എണ്ണ പ്രതിസന്ധി ഉണ്ടായാൽ കരുതൽ ശേഖരത്തിലെ ക്രൂഡ് ഓയിൽ പുറത്തെടുക്കാനാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് മാത്രമല്ല, രാജ്യത്തെ എണ്ണശേഖരം 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് എത്തിയെന്ന കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ്. അതായത് 300 ദശലക്ഷം ബാരലിന് താഴേക്ക് അമേരിക്കയുടെ എണ്ണശേഖരം എത്തിയിരിക്കുന്നുവെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി പുറത്തുവിടുന്ന കണക്ക്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇത് ചെറിയൊരു പ്രശ്നമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വെനസ്വേല അടക്കമുള്ള പല രാജ്യങ്ങളെയും പിടിച്ചെടുത്ത് അവരുടെ എണ്ണശേഖരം, സിറിയയുടെയൊക്കെ എണ്ണശേഖരം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെയാണ് വലിയ പ്രതിസന്ധി അമേരിക്കയിൽ ഉടലെടുത്തിരിക്കുന്നത്. അവിടെ എണ്ണയുടെ വില വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ട്. ജനങ്ങളോട് അതിൻ്റെ കെടുതി നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ സഹിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പ്രസിഡന്റാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ചുഴിയിലെത്തിയിരിക്കുന്നത്. രഞ്ജിത്ത്, ഈ പശ്ചിമേഷ്യൻ സംഘർഷം തുടങ്ങിയ ശേഷം അമേരിക്കയെ സംബന്ധിച്ച് 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാതെ നോക്കുക എന്ന ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും. അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണ കയറ്റി അയക്കുക എന്ന ഒരു തീരുമാനം. പക്ഷേ അവിടെ തന്നെ ഒരു കച്ചവട ലക്ഷ്യമുണ്ടായിരുന്നു, കൂടുതൽ എണ്ണ കയറ്റുമതിയുടെ ലാഭമുണ്ടാക്കുക. ഇത് ട്രംപിൻ്റെ തന്നെ നേരത്തെയുള്ള പ്രസ്താവനയിൽ ഉണ്ടായിരുന്നതാണ്. അമേരിക്ക ഈ യുദ്ധത്തെ പലതരത്തിൽ ലാഭകരമാക്കി മാറ്റുന്നുണ്ട്, അമേരിക്കയിലേക്ക് കൂടുതൽ സമ്പത്ത് വരുന്നുണ്ട് എന്ന ഒരു പ്രഖ്യാപനം. പക്ഷേ കരുതൽ ശേഖരത്തിൽ കുറവുണ്ടാകുന്നു എന്ന വലിയൊരു പ്രതിസന്ധി കൂടി അതേസമയം ഉണ്ടാവുകയാണ്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കുറഞ്ഞ എണ്ണ കരുതൽ ശേഖരത്തിലേക്കാണ് അമേരിക്ക ചെന്ന് വീണിരിക്കുന്നത്. ഏതാണ്ട് 700 ദശലക്ഷം ബാരലിലധികം ശേഷിയുള്ള പ്ലാന്റുകളാണ് അമേരിക്കയ്ക്കുള്ളത്, ടാങ്കുകളാണുള്ളത്. അങ്ങനെയുള്ള ടാങ്കുകളിൽ ഇപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് എണ്ണയുള്ളത്. പ്രത്യേകിച്ച് ഇത് 300 ദശലക്ഷത്തിന് താഴെ പോകുന്നു. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏറ്റവും ഒടുവിൽ 172 ദശലക്ഷം ബാരൽ കൂടി ഇങ്ങനെ കയറ്റുമതിയുടെ ഭാഗമായി എടുത്തു. ഇനി ഉള്ളത് 243 ദശലക്ഷം എന്നതാണ്. ഇത് സാങ്കേതിക തകരാറുകൾക്ക് ഇടവരുത്തും എന്ന കാര്യമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതായത് ഒരു അളവിൽ താഴേക്ക് എണ്ണയുടെ ആ ഒരു അളവ് താഴ്ന്നു കഴിഞ്ഞാൽ ഈ സാങ്കേതികമായി ടാങ്കിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും എന്ന ഒരു കാര്യമാണ്. ഇതിന് ഭരണകൂടം നൽകുന്നൊരു മറുപടി അത് 70 ദശലക്ഷം ബാരൽ വരെ താഴ്ന്നാലും പ്രശ്നമില്ല എന്ന ഒരു കാര്യമാണ് പറയുന്നത്. അവിടെ സാങ്കേതിക വിദഗ്ധരും ഭരണകൂടവും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കൂടി ഈ കാര്യങ്ങൾ വഴിമാറുന്നു എന്നതാണ്. രഞ്ജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്ത് തന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യം അമേരിക്ക, അല്ലെങ്കിൽ അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ്, മറ്റ് ഗൾഫ് രാജ്യങ്ങളൊന്നുമല്ല. അങ്ങനെ ഒരു ശേഷിയും കരുതലും ഒക്കെ ഉള്ള രാജ്യമാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് ചെന്ന് വീഴുന്നത്. യുദ്ധത്തിൻ്റെ പേരിലുള്ള സാമ്പത്തിക ബാധ്യത, ഇസ്രായേലിനെ വലിയ തോതിൽ ആയുധം നൽകി സഹായിക്കുന്നതിൻ്റെ പേരിലുള്ള കുറ്റപ്പെടുത്തൽ, അതെല്ലാം തന്നെ അമേരിക്കൻ ഭരണകൂടം നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് ട്രംപ് നേരിടുന്നുണ്ട്. അതിന് പുറമെയാണ് ഈ കപ്പലിൽ കൂട്ടത്തല്ലുണ്ടായതും ഇപ്പോൾ ജോർജ് വാഷിങ്ടൺ എന്ന കപ്പലിനെ കൊണ്ടുവരുന്നതും എബ്രഹാം ലിങ്കനെ മാറ്റേണ്ടി വരുന്നതും. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നതിനിടെ വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബംഗാളിലെ നാദിയ ജില്ലയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മകനും കാറിനുള്ളിൽ വെടിയേറ്റു മരിച്ചു. ബംഗാൾ കോൺഗ്രസ് കമ്മിറ്റി അംഗവും നാദിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ അനീസുർ റഹ്മാനും മകൻ അബു സൂഫിയാനുമാണ് കൊല്ലപ്പെട്ടത്. ഇരട്ട കൊലപാതകത്തെ തുടർന്ന് പ്രദേശത്ത് കടുത്ത സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ബേദുവാദ ലഹരിയിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് കാറിൽ മടങ്ങുകയായിരുന്നു അനീസുർ റഹ്മാനും മകനും. യാത്രാമധ്യേ നഗാഡി റെയിൽവേ സ്റ്റേഷൻ ഗേറ്റിന് സമീപം കാത്തുനിന്ന അജ്ഞാതരായ അക്രമി സംഘം ഇവർ സഞ്ചരിച്ച കാറിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെച്ചതിന് പിന്നാലെ അക്രമികൾ ഇരുവരെയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ പ്രതികൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്.
ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന് ഇന്ത്യയോട് വീണ്ടും ആവശ്യപ്പെട്ട് ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം മോശമാക്കിയെന്നാണ് ബംഗ്ലാദേശിന്റെ നിലപാട്. വിദേശകാര്യ മന്ത്രാലയത്തിലെ അഡീഷണൽ ഫോറിൻ സെക്രട്ടറിയും ഔദ്യോഗിക വക്താവുമായ AKM ഷാഹിദുലാണ് നിലപാട് അറിയിച്ചത്. അതേസമയം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്ത്യൻ കോടതികളുടേതായിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ നയതന്ത്ര തന്ത്രങ്ങൾക്കോ വഴങ്ങി ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകില്ലെന്ന് കേന്ദ്രം ആവർത്തിച്ചു. ബംഗ്ലാദേശ് കോടതി ഹസീനയെ കുറ്റവാളിയായി വിധിച്ച സാഹചര്യത്തിൽ കൈമാറ്റ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് ഏകപക്ഷീയമാണ് അവിടുത്തെ വിചാരണ എന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഏതായാലും ഡിസംബറിൽ ബംഗ്ലാദേശിലേക്ക് പോകും എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന. തമ്മിൽ തല്ലുകൾക്കിടയിൽ താരസംഘടനയായ അമ്മ അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ആരംഭിച്ചു. നേരത്തെ ജനറൽ ബോഡി യോഗത്തിൽ രാജി പ്രഖ്യാപിച്ച ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലാണ് അംഗങ്ങൾക്ക് കിറ്റ് നൽകുന്നത്. പല മുതിർന്ന താരങ്ങൾക്കും വീട്ടിലെത്തിയാണ് കിറ്റ് കൈമാറിയിരിക്കുന്നത്. ഓരോ കിറ്റിലും ഓണക്കോടിയുമുണ്ട്. കേരള സാരിയും മുണ്ടുമാണ് ഓണക്കോടിയായി നൽകുന്നത്. ഇതിനു പുറമെ അരിയും പഞ്ചസാരയും 2 തരം പായസക്കൂട്ടും ഉൾപ്പെടെ പല വ്യഞ്ജനങ്ങളും കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാക്കനാട് പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന സ്വർണ്ണാഭരണ കടയാണ് കിറ്റ് സ്പോൺസർ ചെയ്യുന്നത് എന്നാണ് വിവരം. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, ഭരണസമിതി അംഗങ്ങളായ ടിനി ടോം, നീന കുറുപ്പ്, അഞ്ജലി നായർ, സരീവ് മോഹൻ, സിജോയ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കിറ്റ് വിതരണമെന്നാണ് മനസ്സിലാകുന്നത്. കിറ്റ് സ്വീകരിച്ച അംഗങ്ങൾ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുമുണ്ട്. അമ്മാ സംഘടനയ്ക്കും ഭാരവാഹികൾക്കും നന്ദി അറിയിച്ചാണ് ഈ പോസ്റ്റുകൾ. കഴിഞ്ഞ തവണയും സമാനമായി തന്നെ കിറ്റ് വിതരണം നടന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും ശ്വേതാ മേനോൻ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒരു അടിരഞ്ജന ശ്രമമായി കൂടി ഈ കിറ്റ് വിതരണത്തെ കാണുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. യുക്രൈനിൽ നിന്ന് കൂറുമാറിയ അന്തർവാഹിനി കമാൻഡറെ സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്തിയത് റഷ്യൻ ലൈംഗിക തൊഴിലാളി. കേസിൽ മാർഗരിറ്റ റൂട്ട് എന്ന 32-കാരിയെ 2 മാസത്തേക്ക് റിമാൻഡ് ചെയ്തു. തീവ്രവാദ കുറ്റം ചുമത്തിയാണ് മാർഗരിറ്റയുടെ അറസ്റ്റ് റഷ്യൻ അധികൃതർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം മാർഗരിറ്റ ചവറ്റുകുട്ടയിൽ ബോംബ് ഒളിപ്പിച്ചാണ് റോബർട്ട് ഷാഗിയു എന്ന ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയത്. അതേസമയം കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേര് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. യുക്രൈനിലെ ക്രൈമിയയിലെ സെവാസ്റ്റോപോളിലാണ് ഈ സംഭവം നടന്നത്. 2014 യുക്രൈൻ്റെ സപോരിജിയ എന്ന ഒരേ ഒരു അന്തർവാഹിനിയുടെ ക്യാപ്റ്റൻ എന്ന നിലയിൽ പ്രശസ്തനായിരുന്ന റോബർട്ട് ഷാഗീവ് റഷ്യ ക്രമിയ കീഴടക്കിയതോടെ കൂറുമാറുകയായിരുന്നു. പിന്നാലെ രാജ്യദ്രോഹിയായിട്ടാണ് റോബർട്ടിനെ യുക്രൈൻ പരിഗണിച്ചിരുന്നത്. മർഗരിത്ത റിയോട്ട് ഷാഗീവിൻ്റെ വീടിന് സമീപമുള്ള കുപ്പത്തൊട്ടിയിലാണ് സ്ഫോടക വസ്തു ഒളിപ്പിച്ചു വെച്ചിരുന്നത്. നടന്നു പോവുകയായിരുന്ന ഷാഗീവ് ഏണിപ്പടികൾ ഇറങ്ങുന്നതിനിടെ ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വൻ ശബ്ദത്തോടെ ഉണ്ടായ സ്ഫോടനം ഡ്രോൺ ആക്രമണമെന്നാണ് ആദ്യം പ്രദേശവാസികൾ കരുതിയത്. പിന്നീട് യുവതിയെ സുരക്ഷാ സേന പിടികൂടുകയായിരുന്നു. തീവ്രവാദ നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 30 വർഷത്തിലേറെയാണ് ഇവർക്ക് ശിക്ഷ വിധിക്കാനുള്ള സാധ്യത. ഇവർ ഒരു ലൈംഗിക തൊഴിലാളിയാണ്. നേരത്തെ ബയോളജിസ്റ്റ് ആയിരുന്നു. തുടർന്ന് ഇപ്പോൾ ലൈംഗിക തൊഴിലാളിയായി ഇവർ സേവനമനുഷ്ഠിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. സമൂഹ മാധ്യമത്തിലൂടെ പ്രണയിച്ച് വീഡിയോ കോളിലൂടെ വിവാഹിതനായ ശേഷം വിവാഹമോചനായ പാകിസ്ഥാൻ മുൻമന്ത്രി മുൻ ഭാര്യയ്ക്കെതിരെ ഹർജിയുമായി കോടതിയിൽ. സിന്ധു പ്രവിശ്യയിലെ മുൻമന്ത്രി ഗുലാം റസൂൽ ഉന്നാറാണ് തൻ്റെ മുൻ ഭാര്യ റസിയ അർബാബിനെതിരെ ഇലക്ട്രോണിക് കുറ്റകൃത്യങ്ങൾ തടയൽ നിയമമനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കറാച്ചിയിലെ സെഷൻസ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. തൻ്റേതെന്ന് കാട്ടി AI ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളിലൂടെ റസിയ അർബാബ് ഗുലാം റസൂൽ ഉന്നാറിനെ ഈ ബന്ധത്തിലേക്ക് എത്തിക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ബാധിച്ചത്. തുടർന്ന് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വീഡിയോ കോളിലൂടെ ഇരുവരും വിവാഹിതരാവുകയായിരുന്നു. വിവാഹത്തിന് ശേഷം ഭാര്യയെ കാണാൻ ചെന്നപ്പോഴാണ് ചിത്രത്തിൽ കണ്ട വ്യക്തിയല്ല യഥാർത്ഥ ആളെന്ന് മനസ്സിലാക്കിയതെന്നും വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെ തൻ്റെ കക്ഷി ഉടൻ തന്നെ വിവാഹമോചനം നടത്തുകയായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു. ഏതായാലും ഈ വിഷയം അവിടെ വലിയ ചർച്ചയായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വലിയ തോതിലുള്ള ആരോപണവും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുമൊക്കെ ഈ മന്ത്രിക്കെതിരെ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആയുധം താഴെ വെച്ച് മടങ്ങിയെത്തിയ മാവോവാദികൾ റാമ്പിൽ. ബസ്തറിൻ്റെ വനിതയിൽ നിന്നാണ് ഇവർ റാമ്പിലേക്ക് ചുവടുവെച്ചത്. ഛത്തീസ്ഗഡിൽ കീഴടങ്ങിയ 9 മാവോവാദി വനിതകളാണ് ഫാഷൻ റാമ്പിലെത്തിയത്. പരമ്പരാഗത ഖാദി വസ്ത്രങ്ങളും കോസ സാരിയും ധരിച്ചായിരുന്നു റാമ്പ് വാക്ക്. ഖാദി ദിനാചരണത്തിൻ്റെ ഭാഗമായി റായ്പൂരിൽ
നടന്ന നെയ്ത്തുകാരുടെ പരിപാടിയിലാണ് ഇവർക്കായി വേദി ഒരുങ്ങിയത്. മുംബൈയിൽ നിന്ന് ഉള്ള ഫാഷൻ വിദഗ്ധർ 7 ദിവസം പരിശീലനം നൽകി. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ് പരിപാടിയിൽ പങ്കെടുത്തു. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു നിമിഷം ഉണ്ടാകുമെന്ന് കരുതിയില്ലെന്ന് സുക്മ സ്വദേശിയായ 22-കാരി പൂനെം ജ്യോതി പറഞ്ഞു. 2025 ഡിസംബറിലാണ് ഹൈദരാബാദിൽ വെച്ച് ഇവർ കീഴടങ്ങിയത്. കീഴടങ്ങിയതിന് പിന്നാലെ സുക്മയിലെ പ്രതിഭാസ കേന്ദ്രത്തിലാണ് 9 പേരും ഇപ്പോൾ ഉള്ളത്. ഇതോടെ ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.